ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഷോപ്പിംഗ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. കാരണം കുറേ കാലമായി ഞാനും ഇമ്മി അനേനും കൂടെ ഒക്കെ ഒന്ന് പുറത്ത് പോയി ഷോപ്പ് ചെയ്തിട്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാനും ഒക്കെയാണ് പോണത്. പിന്നെ ഒക്കെ ഒരു കൊളാബ് ഉണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഡ്രസ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ വേണം. അങ്ങനെ അതിനൊക്കെ പാടെയാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പുറത്തിറങ്ങി 11 മണി ആയപ്പോൾ പുറത്തിറങ്ങി. കാരണം ആ ടൈമിൽ ഞങ്ങൾക്ക് വീടിന് മുന്നിൽ നിന്ന് ഡയറക്റ്റ് ഒരു ബസ്സുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ കയറി പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ ആദ്യമൊക്കെ റെഡിയായി. ഞങ്ങൾക്ക് കറക്റ്റ് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ബസ്സൊക്കെ കിട്ടി. അങ്ങനെ ബസ് കയറി. ആദ്യം സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പകുതിയൊക്കെ എത്തിയപ്പോൾ കുറച്ച് പേര് ഇറങ്ങിയപ്പോൾ സീറ്റൊക്കെ കിട്ടി. പിന്നെ ഞാൻ ബസ്സിൻ്റെ ഉള്ളിലത്തെ പാട്ട് സഹിക്കാൻ പറ്റലില്ല. അപ്പോൾ ഞാൻ എന്നും മുൻകൂട്ടി എൻ്റെ ഹെഡ്സെറ്റ് കയ്യിൽ വെക്കലുണ്ടായിരുന്നു. അങ്ങനെ അതിലൊക്കെ പാട്ട് കേട്ട് അവസാനം നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ ഫാമിലിക്ക് വിട്ടു. അപ്പോൾ എന്തിനാണ് പോയതെന്ന് വെച്ചാൽ മെയിനായിട്ട് എനിക്ക് കിട്ടിയ കൊളാബിന് കിട്ടിയ ഡ്രസ്സിന് ഷാളില്ലായിരുന്നു. എപ്പോഴും ഞാൻ വൈറ്റ് ഷാൾ ഇടാം. അപ്പോൾ വെറൈറ്റിക്ക് അതിന് മാച്ച് ആയിട്ടുള്ളൊരു ഷാൾ നോക്കും വേണം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ ഷാളാണ് നമ്മൾ ഈ ഡ്രസ്സിന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കയ്യിലുള്ളത് ഞാൻ വീട്ടിൽ നിന്നിട്ട് വന്ന വൈറ്റ് ഷാളും. എല്ലാത്തിനും വൈറ്റ് ഷാൾ ഉണ്ടാവുക. അപ്പോൾ അത് വേണ്ട വിചാരിച്ചു. പിന്നെ നമ്മൾ നേരെ ഫുഡ് സെക്ഷൻ പോയി. അവിടെ ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ, അതാണ് നമ്മൾ മെയിൻ ലക്ഷ്യം. കാരണം നല്ല ടേസ്റ്റുള്ള ഫുഡും പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം. അങ്ങനെ അവിടുന്ന് നമുക്ക് നല്ല ചായ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഉണ്ണിയപ്പം ഞാൻ എത്ര കഴിച്ചെന്ന് അറിയില്ല. സംഭവം നമ്മൾ 3 ഷാൾ എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫുഡ് നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശക്കണവും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് നമ്മൾ നേരെ ഓട്ടോ കയറി അടുത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് സിറ്റിക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന സമയത്താണെങ്കിൽ തീരെ തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വീഡിയോ എടുക്കാൻ ഇറങ്ങിയപ്പോൾ നല്ല തിരക്കും. അങ്ങനെ നമ്മൾ നേരെ മാർക്കറ്റ് സിറ്റിൻ്റെ ഉള്ളിൽ കയറി. ഫസ്റ്റ് നമ്മൾ സുഡിയോക്ക് പോയി. സുഡിയോ പോയിട്ട് 299 നല്ല കുർത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൈസിന് പറ്റിയ അടിപൊളി കുർത്തികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതാ 2-3 ട്രയൽ ചെയ്തിട്ട് എനിക്കിഷ്ടമാവണ കുറച്ച് എടുക്കാൻ വിചാരിച്ചു. കാരണം വലിയ റേറ്റൊന്നും ഇല്ലല്ലോ. ഞാൻ ഇപ്പോൾ ഓൺലൈനിൽ നോക്കുകയാണെങ്കിലും ഈ റേറ്റൊക്കെ തന്നെയാണ്. അങ്ങനെ ഞാൻ അതാ ഈ ഒരു പിങ്ക്, ഇത് വീഡിയോയിൽ ഏത് കളറാണെന്ന് അറിയില്ല, പക്ഷെ നേരിട്ടൊരു പിങ്ക് ഷെയ്ഡാണ് ഉള്ളത്. അങ്ങനെ ഈ ഒരു ഡ്രസ്സും അതിൻ്റെ ഒപ്പം ഈ ഒരു ഡാർക്ക് പിങ്കും എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും മീഡിയം സൈസാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ പിന്നെ ഞാൻ ഈ ഒരു മഞ്ഞ ഇട്ടോക്കി. പക്ഷേ ഈ ഒരു മഞ്ഞ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഷോർട്ടായിട്ടുള്ളത്. അപ്പോൾ അതായിട്ടൊരു സിമിലായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ഇതാ പുറത്തിറങ്ങിയപ്പോൾ ആദ്യം അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഡാൻസ് കളിക്കുന്നു. ഇതാണോ ഉറപ്പാ? അങ്ങനെ ഒരു ഫസ്റ്റ് തന്നെ ഈ ഒരു ടീഷർട്ടില്ല ഷർട്ട് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കും ഇത് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഒന്ന് ഇട്ടെടുക്കുകയാണ്. അപ്പോൾ ഇട്ടെടുക്കണുള്ളൊരു യുദ്ധമാണ് നിങ്ങൾ കാണാൻ പോണത്. കാരണം ഈ ഡ്രസ്സ് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഓന് ഊരൂല. പിന്നെ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടൊക്കെ വേണം ഊരാൻ. അങ്ങനെ ഈ ഒരു ഡ്രസ്സ് നമ്മൾ ഇട്ട് നോക്കി. പിന്നെ അതെന്തൊക്കെ പറഞ്ഞ ഒരു യുദ്ധം കഴിഞ്ഞാൽ നമ്മളത് അഴിച്ചെടുത്തത്. പിന്നെ ഈ ഒരു ഡ്രസ്സും അങ്ങനെ 2 ഷർട്ടാണ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഈ ഒരു ചെരുപ്പിനടുത്തു. ഇതിന് റേറ്റ് 299 ആയിരുന്നു. അങ്ങനെ എടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ ഓളെ ഞാൻ വിളിച്ചു. അങ്ങനെ ഓൾ നേരെ പെരുന്നാളൊക്കെ വരെ ചെയ്തത്. പിന്നെ ഞങ്ങൾ ഈ ഒരു ചെറിയ ക്രാബ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ അതൊക്കെ പാക്ക് ചെയ്തു. സുഡിയോന്ന് ഇറങ്ങി. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല വിശപ്പുണ്ട്. 11 മണിക്ക് ഇറങ്ങിയതല്ലേ. അങ്ങനെ ഞങ്ങൾ മൗസിൽ പോയിട്ട് 2 അവൽ മിൽക്ക് വാങ്ങി. പിന്നെ വിശപ്പുകൊണ്ട് തന്നെ അവൽ മിൽക്ക് പോയ വഴി അറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ 2 കൂടിയും 1, ഇമ്മയും ആദ്യം കൂടി 1 അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യം അറിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. എനിക്ക് 2 അതും വാങ്ങി. അപ്പോഴത്തേക്ക് നമ്മൾ വേറെ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു, ഷവർമ്മ. അതിൻ്റെ ആയി. അങ്ങനെ നമ്മൾ പോയി അത് അടിച്ചു. മീൻ ലൈം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടാക്കാൻ നല്ല വിശന്നിട്ട് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഐസ്ക്രീമും ഫുഡും ഒക്കെ പാടെ കഴിച്ചു. ഞങ്ങൾ ഫുഡ് എന്താ വാങ്ങി വെച്ചാൽ ഈ ഒരു ബോക്സ് ഷവർമ്മയാണ്. പക്ഷേ ഇത് ഞങ്ങൾ 4 ആളും കൊണ്ട് ഫുള്ള് കഴിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ പാടെ കഴിച്ചു. അതിനിപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൈസ് വേറെ ഷോപ്പിൽ നിന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഷവർമ്മ കഴിച്ചിട്ടില്ലെങ്കിലും ഈ ഫ്രൈസ് നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചു. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇനിയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോണത്. അപ്പോൾ നേരെ വാഷ്റൂമിൽ പോയി മുഖമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് എന്തൊക്കെ പാടെ കാട്ടിയിട്ട് അവസാനം ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ താഴത്തേക്കനെ വന്നു. പിന്നെ ഓള് പോയിട്ടോ. പിന്നെ ഞാനും ഇമ്മയും കൂടി മാക്സ് കയറിയിട്ട് ആദ്യക്ക് ട്രൗസർ നോക്കാണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇങ്ങനെ നോക്കുകയാണ്. ഇമ്മ പോയിക്കോണം ഇങ്ങോട്ട്
ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, അതാണ് ഒരു കടക്കറിയല്ല അവസ്ഥ. ഓനക്ക് വേണ്ടതൊക്കെ വലിച്ചിടും, പിന്നെ ഓന് പിന്നാലെ ഞാൻ ഓടലാണ്, അല്ലെങ്കിൽ ഓന് അത് മേടിച്ച് വെച്ചാലും നിലത്ത് കടന്ന് ഉരുളും. അങ്ങനെയൊക്കെ പാടെ അവസാനം നമ്മൾ ബസ്സിൽ കയറി വീട്ടിൽ തന്നെ വന്നു. പിന്നെ ഓന് മേടിച്ച ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കി, ഓനക്ക് നല്ല ഇഷ്ടമായിക്കും കേട്ടോ. ഇപ്പോൾ ഈ ഒരു ട്രൗസറാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓനതൊക്കെ ഇട്ടു. പിന്നെ ഈ ഡ്രസ്സ് അയപ്പിച്ചാലും കുറച്ച് പണി പെട്ടിക്കണം. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ.